പശ്ചിമ ബംഗാളിൽ ദീദിയുടെ പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത, സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയതിനു ശേഷം ആദ്യം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളിൽ ഒന്ന് എന്താണത്? ബംഗാളിലെ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഉത്തരവല്ല. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള മുഴുവൻ മദ്രസകളിലും വന്ദേ മാതരം മുഴുവനായി പാടണം, മുഴുവനായി ആലപിക്കണം എന്ന ഉത്തരവ്. അറിയാം നമുക്ക്, ആദ്യത്തെ 13 വരികൾ കഴിഞ്ഞാൽ പിന്നീട് വിഗ്രഹാരാധനയെ കുറിച്ചും ബിംബാരാധനയെ കുറിച്ചും കൃത്യമായി പ്രതിപാദിക്കുന്ന വന്ദേ മാതരം മുഴുവനായി പാടണമെന്ന ഒരു അധികാര ബുദ്ധിയോടെയാണ് സുവേന്ദു അധികാരിയുടെ പുതിയ നിയമം വന്ന് ന്യൂനപക്ഷ വകുപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇത്രമേൽ അബദ്ധജടിലമായ തീരുമാനങ്ങൾ നമുക്കറിയാം. ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് എവിടെയെല്ലാം അധികാരം BJP കൈയാളിയിട്ടുണ്ടോ അവിടെ മുഴുവനും ന്യൂനപക്ഷങ്ങൾ ഏറ്റവും വലിയ രീതിയിൽ അധപ്പതനത്തിലേക്ക്, ഡിസ്റ്റർബൻസിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി കഴിഞ്ഞ റമദാൻ മാസത്തിലെ ഒരു ഒറ്റ വാർത്ത നമ്മളൊന്ന് ഓർത്തെടുത്താൽ മതി. 27-ാം രാവിന് വെള്ളിയാഴ്ച രാവുകളില് വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ആയിരുന്ന ഇസ്ലാം മത വിശ്വാസികളെ മുഴുവനും, അവരുടെ പള്ളികളെ മുഴുവനും ടർപ്പായിട്ട് മൂടിക്കൊണ്ട് ഹോളിയുടെ ജാഥ കൃത്യമായി കടന്നു പോകുന്ന വീഡിയോ ഇന്ത്യ രാജ്യത്ത് പ്രചരിച്ചിട്ട് എത്ര മാസങ്ങൾ? വളരെ ചുരുങ്ങിയ മാസങ്ങളെ ആവുന്നുള്ളൂ എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളുടെ മേൽ കുതിര കയറുക, കിട്ടുന്ന അധികാരത്തെ മുഴുവനും ഇസ്ലാം മത വിശ്വാസികളെ, ആ മതത്തെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുക എന്നുള്ള സ്ഥിരം അജണ്ടയിലേക്കാണ് ഏറ്റവും പുതിയ സർക്കാരായ സുവേന്ദു അധികാരിയും പോകുന്നത് എന്നുള്ളതാണ്. കശാപ്പുകൾ നിയന്ത്രിക്കണമെന്ന കൃത്യമായ ഓർഡർ കൂടിയാണ് ആഭ്യന്തര വകുപ്പിനെ കേന്ദ്രീകരിച്ച് ബംഗാളിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ എന്നുള്ളതാണ്. പരിപൂർണമായി ഇസ്ലാം മത വിശ്വാസികളെ, വിശ്വാസത്തെ ഹനിക്കുക. ബലിപെരുന്നാൾ, വലിയ പെരുന്നാൾ, ബക്രീദ് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ സുവേന്ദു അധികാരി ആദ്യമായി മുഖ്യമന്ത്രിയായി ആ നാടിനെ അഭിസംബോധന ചെയ്യുമ്പോൾ പറയുന്നത് അത്രയും ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസത്തിനെതിരെയാവുന്നു. പറയുന്നത് അത്രയും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതായി മാറുന്നു. BJP കൊണ്ടു നടക്കുന്ന ആ ഒരു യഥാർത്ഥ കോർ തന്നെ ഇപ്പോഴും പുറത്തു വരുന്നു എന്നുള്ളതാണ്.